കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ സൂര്യൻ വി.എസ്. അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷികത്തിന് ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ ആവേശോജ്വല തുടക്കമായി. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രാവിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വി.എസിനെ അനുസ്മരിക്കുന്നതിനിടെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് പരോക്ഷ വിമർശനവുമായി തോമസ് ഐസക് ഒളിയമ്പെയ്തതും ശ്രദ്ധേയമായി. സമരങ്ങൾ കൊണ്ട് കേരളം പൊട്ടിത്തെറിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെ സമരം ചെയ്യണമെന്ന് വി.എസ്. കാട്ടിത്തന്നിട്ടുണ്ട് എന്നുമായിരുന്നു ഐസക്കിന്റെ വാക്കുകൾ. വൈകിട്ട് നടക്കുന്ന വിപുലമായ പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണേ കരളെ വി.എസ്.എ. വലിയ ചുടുകാട്ടിൽ വിപ്ലവ സ്മരണകളുടെ കടലിരമ്പി. ഒരു നൂറ്റാണ്ട് ജീവിതം കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ ഉടച്ചുവാർത്ത വി.എസ്. അച്യുതാനന്ദന്റെ ഒന്നാം ചരമവാർഷികത്തിൽ ഒരിക്കൽ കൂടി ആ മുദ്രാവാക്യം നേതാക്കളും പ്രവർത്തകരും ആവേശത്തോടെ ഏറ്റുപിടിച്ചു. പടത്തലവനായിട്ട് കാണാം. നമ്മൾ കയ്യൂരിൽ നിന്ന് വരുന്നതാണ്. കാസർഗോഡിലെ കയ്യൂർ വി.എസ്. എല്ലാ പരിപാടിയും അവിടെ വന്നാലും അവിടെ ജനസഹസങ്ങളുണ്ടാവും അവിടെ പരിപാടി. അങ്ങനെ ഈ കണ്ണേ കരളെ വി.എസ്.എ. എന്ന മുദ്രാവാക്യം ഇപ്പോഴും മനസ്സിലുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇന്നിടെ എത്തിയത്. ഇന്ന് രാവിലെ 3 മണിക്കിടെ എത്തിയാണ്. ഇന്നലെ മാവേലിക്കാടുന്ന് കയറി ഇന്നലെ രാവിലെ എടുത്തു. പുന്നപ്ര, വയലാർ രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ സ്ഥാപിച്ച വി.എസിന്റെ സ്മൃതി കുടീരത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പുഷ്പാർച്ചന നടത്തി അഭിവാദ്യമർപ്പിച്ചു. സാധാരണക്കാർക്ക് വി.എസ്. എന്ന രണ്ടക്ഷരം എന്തായിരുന്നുവെന്ന് വിളിച്ചോതുന്നതായിരുന്നു കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്കെത്തിയ ജനസഞ്ചയം. വി.എസിന്റെ കുടുംബവും വലിയ ചുടുകാട്ടിലെത്തിയിരുന്നു. രാവിലെ വേലിക്കകത്ത് വീടിന്റെ മുന്നിൽ വി.എസിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനിടെ ഭാര്യ വസുമതിയടക്കം കുടുംബാംഗങ്ങളുടെ കണ്ണു നനഞ്ഞത് വൈകാരിക നിമിഷമായി. പ്രതിപക്ഷ പ്രവർത്തനത്തിന് വ്യംഗ്യ വിമർശനവുമായി ഡോക്ടർ തോമസ് ഐസക്കിന്റെ അനുസ്മരണം. 1 മാസം കൊണ്ട് തന്നെ UDF സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ചു. സമരങ്ങൾ കൊണ്ട് കേരളം പൊട്ടിത്തെറിക്കേണ്ട സമയം കഴിഞ്ഞു. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എങ്ങനെ സമരം ചെയ്യണമെന്ന് വി.എസ്. പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പോരാടുക പ്രതിപക്ഷത്തിരുന്ന് വി.എസ്. നമ്മളെ കാണിച്ചു തന്നത്. സാമുദായിക സംഘടനകള്, ശക്തികള് സാമുദായികമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഏകോപിപ്പിക്കാനാണ്. വി.എസിന്റെ കാലത്ത് നടന്നിട്ടില്ലല്ലോ. ഒരു മടിയില്ലാതെ സാമുദായിക നേതാക്കന്മാരുടെ വീടിന്റെ മുന്നിൽ മൈക്ക് കെട്ടി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഭൂമിയിലൊക്കെ ഒന്നും ഉണ്ടായില്ലല്ലോ. വി.എസിന്റെ കാലത്ത് സാമുദായിക സംഘടനകൾ തലപൊക്കിയിരുന്നില്ല. അവരുടെ വീടിന്റെ വാതിൽക്കൽ മൈക്ക് കെട്ടി സംസാരിക്കാൻ വി.എസ്. ധൈര്യം കാട്ടി. അദ്ദേഹം ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു. ഇന്ന് ആ വാമൊഴി വഴക്കവും നഷ്ടമാകുന്നു. വി.എസ്. അച്യുതാനന്ദൻ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും മാതൃകയെന്ന് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രയാസങ്ങളും എല്ലാ രീതിയിലുള്ള സഹനപൂർവമായ ജീവിത അനുഭവങ്ങളും ഒന്നും വകവെക്കാതെ മുന്നോട്ടേക്ക് പോയി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായി സഖാവ് വി.എസ്. മാറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ആ മാറ്റത്തിൻ്റെ പ്രക്രിയയിൽ ഇടപെട്ടവരാണ് സഖാവ് വി.എസിനെ കണ്ണേ കരളെ വി.എസ്.എ. എന്ന അഭിസംബോധന ചെയ്ത് ഇല്ല മരിക്കില്ല ഒരു കാലത്തും ഒന്ന് സ്വന്തം ഏറ്റുവിളിച്ച് അവരത് പ്രകടനമായ രീതിയിൽ പ്രഖ്യാപിച്ച സഖാവ് വി.എസിൻ്റെ ഒരു യാത്രാ. വി.എസ്. ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടിയിലെ ഒറ്റുകാരെ വളരാൻ അനുവദിക്കില്ലായിരുന്നുവെന്ന് ജി. സുധാകരനെ ഉദ്ദേശിച്ച് സജി ചെറിയാൻ. തെറ്റുകൾ തിരുത്തി ആലപ്പുഴയിലെ പാർട്ടി തിരിച്ചുവരും. ഈ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ വഞ്ചകന്മാരുടെ മുഖത്ത് നോക്കി ധിക്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന വി.എസിന്റെ അഭാവം ആലപ്പുഴയിലെ കേരളത്തിലെ പാർട്ടിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരം വഞ്ചകന്മാരെ, ഒറ്റുകാരെ ചൂണ്ടിക്കാണിച്ച തൊഴിലാളി പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കാൻ സഖാവ് വി.എസ്. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയായിരുന്നു. വൈകിട്ട് 5-ന് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടക്കാനിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് മലയാളം, ആലപ്പുഴ.